അവ എത്തിയിട്ടില്ല. ആ, ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കും. എടി, അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അല്ല, ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇവിടെ ആർക്കും സംശയമില്ല. എനിക്ക് ശരിക്കും പേടിയുണ്ട്. അത് സാരമില്ല എടി, ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കാം. നാളെ രാവിലെ നമ്മൾ ബാംഗ്ലൂരിലെത്തും. അവിടെ ജിത്തുവിൻ്റെ ഫ്രണ്ടുണ്ട് നമ്മളെ സഹായിക്കാൻ. എന്നാലും നാളെ വീട്ടുകാരെല്ലാവരും അറിയുമ്പോഴത്തേക്ക് ആരും ആലോചിക്കുമ്പോഴാ. അത് സാരമില്ല, അവരറിഞ്ഞിരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കും. അച്ഛനും അമ്മയും വീണ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എടി, അവരായിട്ടല്ലല്ലോ ഇതൊന്നും തുടങ്ങി വെച്ചത്. നമ്മൾ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം. എടി, നീയല്ലേ എന്നോട് പറഞ്ഞത് നിനക്കിനി വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഞാൻ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്നൊക്കെ. എടി, എനിക്കും ഇല്ലേ അച്ഛനും അമ്മയൊക്കെ? അതല്ല ഏട്ടാ, പെട്ടെന്ന് എല്ലാവരെയും കളഞ്ഞിട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഉള്ള ഒരു വിഷമം. ഇനി ഒരിക്കലും അവർ പഴയ പോലെ എന്നെ എടി, നീ ഇതൊക്കെ എപ്പോഴാണ് ആലോചിക്കുന്നത്? എടി, നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. എടി, ഒന്നിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളൊരു വഴി. എടി, നിന്റെ അപ്പം തന്നെ എന്താ പറഞ്ഞേ? പുള്ളിക്കാരൻ ചാവാതെ നമ്മൾ ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കത്തില്ല അല്ലേ? അല്ലേ, നീ പറ. എനിക്കറിയത്തില്ല. എടി, നീ ഇനി സംസാരിച്ചാൽ ശരിയാകത്തില്ല. നീ ഫോൺ വയ്ക്ക. ആ, ഞാൻ വന്നിട്ട് വിളിക്കാം. ആ അളിയാ, ടിക്കറ്റ് കിട്ടി. രാത്രി 11 മണിക്കാണ് ബസ്. അളിയാ, നീ ഇപ്പോഴേ റെഡി ആയിരിക്കണം. അവളെ വിളിച്ചോ? അളിയ, അവള് ഭയങ്കര പേടിച്ചിട്ടിരിക്കുക. അളിയ, കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ശരത്ത് കൃത്യസമയത്ത് തന്നെ കാര്യം കൊണ്ട് അവിടെ എത്തും. താങ്ക്സ് അളിയ. അളിയ, നാളെ അവളെ വീട്ടുകാർ ഉറപ്പായിട്ട് എന്നെ തേടി ഇവിടെ വരും. അളിയ, നീ ഒന്ന് സൂക്ഷിച്ചോണേ. എൻ്റെ കാര്യം നീ ഓർക്കണ്ട, എന്നെ ഒരുത്തനും ഒരു പുല്ലും ചെയ്യില്ല. എടാ കോപ്പേ, നീ ഇപ്പം ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? ശരി അളിയ, അത് 2 സാധനം കൊണ്ട് എടുക്കട്ടെ. അളിയ, വാടാ. വാ. അളിയ, ഒരു കുടുംബജീവിതം തുടങ്ങാനുള്ള പക്വത ഞങ്ങൾക്കായിട്ടില്ല. എടാ, നാളെ മുതലുള്ള കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വട്ടാവുക. അബി, നീ ഇതൊക്കെ പിടി. എന്താണ് ശരിക്കും പ്രശ്നം? അളിയ, അവളോട് കറങ്ങി അടിച്ച് നടക്കാനും സിനിമയ്ക്ക് പോകാനും ഒക്കെ നല്ല രസമാണ്. എടാ, പക്ഷെ അവളോട് ഒരു കുടുംബജീവിതം തുടങ്ങാന്ന് പറഞ്ഞാൽ. അബി, നീ നേരത്തെ ഒരുമാതിരി മൂഞ്ച രീതിയിൽ സംസാരിക്കല്ലേ. നിങ്ങളല്ല ഈ ലോകത്ത് നിന്നും ആദ്യമായിട്ട് ചെയ്യാൻ പോണെ. മാത്രമല്ല, നാളെ ഒരു പെൺകുട്ടി നിന്നെ വിശ്വസിച്ച് വീട് വിട്ട് ഇറങ്ങി വരാൻ പോവാ. അപ്പൊ നീ ഈ നേരത്തെ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എന്താ സ്ഥിതി? എടാ, ഞാൻ അവളെ ഉപേക്ഷിക്കാൻ പോകാന്നൊന്നുമല്ല പറഞ്ഞത്. അളിയ, ഞാൻ എൻ്റെ ഒരു മാനസികാവസ്ഥ പറഞ്ഞു പോയതാ. നിനക്കെന്താടാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ? ഇന്നലെ വരെ ഒരു ഉത്തരവാദിത്വം അല്ലാതെ ചുമ്മാ അടിച്ചു പൊളിച്ച് നടക്കുക. നാളെ മുതൽ ജീവിതം സീരിയസ് ആവും. എടാ, മറ്റൊരു അവസ്ഥയിലേക്കാവും. ബാച്ചിലറായ അബിക്ക് എന്ത് വേണോ ചെയ്യാം, ആരും ഒന്നും ചോദിക്കത്തില്ല. ഒരു ഭർത്താവായ അബിക്കോ അത് പറ്റുമോ? ഇതൊക്കെ തന്നെയാണ് ആ ജീവിതം എന്ന് പറയുന്നത്. കൂട്ടുകാരൊക്കെ ഒരു പ്രായം വരെ, അത് കഴിഞ്ഞ ഭാര്യ മക്കളൊക്കെ ജീവിതം.
ഇപ്പോൾ സ്നേഹിച്ച പെണ്ണിന് വേണ്ടി നീ കൂട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വീട്ടിൽ ജീവിക്കാൻ പോവാ. പിന്നെ മക്കളായാലും അവരെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി ഭാര്യയും വീട്ടിൽ ജീവിക്കേണ്ടി വരും. ഇതൊക്കെ നല്ലടാ നമ്മൾ ചുറ്റും കാണുന്നത്. പിന്നെ ഈ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നിനക്ക് പ്രണയിക്കുകയാണെങ്കിൽ പണം വേണം. പണം ഇല്ലാത്തവൻ്റെ പ്രണയത്തിന് പ്രണയം എന്നുള്ള പേര് മാത്രമേ ഇടൂ, ബാക്കിയെല്ലാം കണക്കാം. നീ ഭാഗ്യവാനല്ലടാ. സ്നേഹിച്ച പെണ്ണിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമല്ല. നാളെ അവൾ വേറൊരുത്തൻ്റെ ഭാര്യയായി കാണുന്നത് നല്ലത്. കുറച്ച് കഷ്ടപ്പെട്ടായാലും നിൻ്റെ ഒപ്പം ജീവിക്കുന്നതല്ലേ. തമാശയ്ക്ക് തുടങ്ങിയ ഒരു ബന്ധം കുറച്ച് കഴിഞ്ഞാൽ അവള് തന്നെ എന്നെ കളഞ്ഞിട്ട് പോകുമെന്ന് കരുതിയതാ. പിന്നെ പിന്നെ അവളെ കൂടാണ്ട് പറ്റില്ല എന്ന്. ഇനി തിരിഞ്ഞു നോക്കിയിട്ട് എന്താ കാര്യം? അബി, നിനക്കിപ്പോൾ വിഷമം തോന്നില്ല, നാളെയും തോന്നില്ല. പക്ഷെ കുറേ വൈകി നീ ചിന്തിച്ച് നോക്കുമ്പോൾ നിനക്ക് തെറ്റുപറ്റിയെന്ന് നിനക്ക് തോന്നിയാൽ കൂടി അപ്പോൾ തിരുത്താൻ സമയം കിട്ടിയെന്ന് വരില്ല. എടാ, ഞാൻ പറയണു, ഇപ്പോൾ നിൻ്റെ ശരി ഇതാ. നീ വേറെ കൂടുതലൊന്നും ആലോചിക്കണം.